മന്ത്രിമാരുടെ വകുപ്പുകളിൽ തീരുമാനമായി പട്ടിക ഗവർണർക്ക് കൈമാറി. ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസിന് തന്നെയാണ്. റോജി എം ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകും. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകാനാണ് ധാരണ. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരത്തിനൊപ്പം വിജിലൻസും, കെ മുരളീധരന് ആരോഗ്യവും തുടങ്ങിയ നേരത്തെ ധാരണയായ വകുപ്പുകളിൽ മാറ്റമില്ല. വകുപ്പുകളിൽ തർക്കമില്ലായിരുന്നുവെന്നും മിനിഞ്ഞാന്ന് രാത്രി ചർച്ച തീർന്നുവെന്നും പട്ടിക നൽകാത്തത് ഗവർണർ സ്ഥലത്തില്ലാത്തതുകൊണ്ടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞു അന്ന് രാത്രി ചർച്ചകൾ നടത്തിയത് പൂർത്തിയായി. ലിസ്റ്റ് ഇന്നലെയാണ് അറിയുന്നത് ഗവർണർ സ്ഥലത്തില്ലാന്ന്. ഗവർണർ രാവിലെ തൃശ്ശൂരിലേക്ക് പോയി, അദ്ദേഹം രാത്രിയാണ് വന്നത്. ഇന്ന് രാവിലെ ഗവർണർക്ക് സമർപ്പിച്ചു. എവിടെയാ വൈകിയത്? നേരിട്ട് കൊടുത്തു, ഗവർണർക്ക് കൊടുത്താൽ ഗവർണർ അവിടെ നിന്ന് അപ്രൂവൽ വേണ്ടേ? അല്ലെങ്കിൽ അവിടെ എന്ത് തർക്കം? മിനിഞ്ഞാന്ന് രാത്രി തീർന്നു. നിങ്ങൾ എഴുതിയാണ്, നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറയും ഫിഷറീസിന്റെ തർക്കമാണ് എന്ന് പറഞ്ഞിട്ട് പല വാർത്തകളും വന്നു. ആ വിഷയങ്ങളൊക്കെ UDF ചർച്ചകളിലൊക്കെ മന്ത്രിസഭ പുനഃസംഘടന, മന്ത്രിസഭ സത്യപ്രതിജ്ഞയ്ക്ക് UDFന്റെ ചർച്ചകൾ പൂർത്തിയായി. വി അരുൺ വിവരങ്ങളുമായി ചേരും. അവരുടെ തർക്കം ഇങ്ങനെ 2-3 ദിവസമായി നീണ്ടു നിൽക്കുകയായിരുന്നു. ഫിഷറീസ് ആയിരുന്നു വിഷയം. ഇപ്പോൾ കോൺഗ്രസ് വഴങ്ങി എന്ന് കരുതാമോ ലീഗിന്? അങ്ങനെ തന്നെ കരുതണം. ഫിഷറീസ് വകുപ്പ് ലീഗിന് തന്നെ നൽകാൻ അബ്ദുൽ ഗഫൂർ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാകും. മറ്റു വഴികളിൽ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്ന ശക്തമായ ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചു. പക്ഷേ ഉന്നത വിദ്യാഭ്യാസം വിട്ടുകൊടുക്കുകയും എളുപ്പമല്ല. അവിടെയും സഭകളുടെ സമ്മർദ്ദം കോൺഗ്രസിന് മുന്നിൽ ഉണ്ടായിരുന്നു. ഒന്നുകിൽ ലത്തീൻ സഭയെ അനുനയിപ്പിക്കാൻ, അവരെ ഒപ്പം നിർത്താൻ ഫിഷറീസ് വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കണമായിരുന്നു. അല്ലെങ്കിൽ മറ്റു സഭകളെ അവർക്കൊപ്പം നിൽക്കാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസം നിലനിർത്താനാണ് കോൺഗ്രസ് തീരുമാനിച്ചത്. ഫിഷറീസ് ലീഗിന് വിട്ടുകൊടുത്തു. അവിടെ അബ്ദുൽ ഗഫൂർ ഫിഷറീസ് വകുപ്പ് മന്ത്രിയാകും. കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകളിലും മാറ്റമുണ്ട്. റവന്യൂ വകുപ്പ് സണ്ണി ജോസഫിനായിരുന്നു. പക്ഷേ അത് തങ്ങൾക്ക് വേണമെന്ന KC വേണുഗോപാൽ പക്ഷം ശക്തമായ നിലപാടെടുത്തു. അങ്ങനെ AP അനിൽകുമാറിന് റവന്യൂ വകുപ്പ് നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പ് മുരളീധരനാണ്. ദേവസ്വം വകുപ്പ് കൂടി അദ്ദേഹത്തിന് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. സണ്ണി ജോസഫ് വൈദ്യുതി വകുപ്പിൽ ഒതുങ്ങും. KPC അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് റവന്യൂ വകുപ്പ് നൽകാനായിരുന്നു ആദ്യം ആലോചിച്ചിരുന്നത്. തൊഴിൽ വകുപ്പിൻ്റെ കാര്യത്തിൽ ആശയക്കുഴപ്പങ്ങളുണ്ട്. ബിന്ദു കൃഷ്ണയ്ക്കാണ് തൊഴിൽ വകുപ്പ് ആദ്യം നൽകാൻ തീരുമാനിച്ചത്. പിന്നീട് യുവജന കാര്യത്തിനൊപ്പം അത് ജനീഷ് നൽകുമെന്ന വിവരം വന്നു. പക്ഷേ ഇപ്പോൾ അവസാനം അത് വീണ്ടും ബിന്ദു കൃഷ്ണയ്ക്ക് നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. നോട്ടിഫിക്കേഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ടൂറിസം, സാംസ്കാരിക വകുപ്പുകൾ PC വിഷ്ണുനാഥിന് സഹകരണ വകുപ്പായിരുന്നു അദ്ദേഹം നൽകാൻ ആലോചിച്ചൊരു വകുപ്പ്. അത് ലിജു ശക്തമായി എക്സൈസ് മാത്രം പോരാ, സഹകരണ വകുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് സഹകരണ വകുപ്പ് ലിജുവിന് നൽകാനാണ് ധാരണയായിരിക്കുന്നത്. അങ്ങനെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഇപ്പോൾ ഏതാണ്ടൊരു തീരുമാനമായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത് റവന്യൂവുമായി ബന്ധപ്പെട്ടാണ്. അതിപ്പോൾ AP അനിൽകുമാർ നൽകും. വൈദ്യുതിയാണ് സണ്ണി ജോസഫിന് കിട്ടുക. ലിജുവിന് സഹകരണം കൂടി ലിജുവിൻ്റെ വകുപ്പിനൊപ്പം ഉണ്ടാകുമെന്നറിയുന്നു. ഫിഷറീസ് ലീഗ് കൈവശം വെക്കും. അബ്ദുൽ ഗഫൂർ ഫിഷറീസ് മന്ത്രിയാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.